ഹായ് ഹലോ എല്ലാവർക്കും അഗീസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് മെയ് 17 എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇടവത്തിലെ പൂരം. അപ്പോൾ ഞങ്ങൾ രാവിലെ മൂന്നാളും കൂടെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമ്മുടെ മുല്ലയിൽ പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് അമ്മാവന് പറിച്ചു കൊടുത്ത് അത് മണപ്പിക്കുന്ന രംഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളതൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അമ്മ എന്താ പറയുക സ്കൂട്ടിയൊക്കെ എടുത്ത് റെഡിയാക്കുന്നുണ്ട്. നമ്മൾ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല, രാവിലെ പോകുന്നതുകൊണ്ട് പിന്നെ തിരക്കും കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ചോദിച്ചാൽ നമുക്ക് സ്കൂട്ടിയിൽ പോകാം, എന്നും ഈ ഓട്ടോ വിളിച്ച് പോകണ്ടല്ലോ. അങ്ങനെ സ്കൂട്ടിയിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ വണ്ടിയൊക്കെ എടുത്ത് റെഡിയാക്കുമായിരുന്നു അമ്മ. അപ്പോഴേക്കും ഞങ്ങൾ നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. നമ്മളെയല്ല മതങ്ങളുടെ ഈ പൂ കണ്ടിട്ടുണ്ടോ? ഇതിന് ഭയങ്കര മണമാണ് കേട്ടോ. ശരിക്കും ഒരു ലാവൻഡറിൻ്റെ മണമാണ് ഇതിന്. 2 ഷെയ്ഡിലാണ് വരിക കേട്ടോ. അത് പോവുകയില്ല കേട്ടോ, മണം നല്ല മണമായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങളിതാ പോവാണേ. നമ്മൾ ഇന്ന് പോകുന്നത് മുതുവര മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്, ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ മതങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടേക്ക് പോയി വെക്കുന്നത്. നമ്മളെപ്പോഴും കാണാറുണ്ട് ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ ക്ഷേത്രം, ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും അങ്ങോട്ട് തന്നെ പോകാമെന്ന്. അപ്പോൾ അതാ ലക്ഷ്മി നാരായണ പൂജയാണ് ഇവിടുത്തെ മെയിൻ പൂജ, അതായത് ഈ മംഗല്യത്തിനും പഠിപ്പിനും ഒക്കെ പറ്റിയിട്ടുള്ള പൂജ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന നിങ്ങൾ ഇവിടെ വന്നാൽ മതിയേ. അപ്പോൾ അതിന് വേണ്ടിയില്ല നമ്മളിതാ അമ്പലത്തിലോട്ട് പോവാണ്. നല്ല ഭംഗിയായിട്ടോ കാണാൻ, ഒരു ചെറിയൊരു അമ്പലമാണേ. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈ ഓവർ നോക്കുമ്പോൾ എപ്പോഴും കാണാറുണ്ട് അവിടെ ഒരു കുളം കേട്ടോ. കുളത്തിൽ നിറയെ അമ്പലമൊക്കെ ആയിട്ട് നമ്മൾ മുകളിൽ നിന്ന് എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ വിചാരിച്ചു അവിടെ എന്തായാലും പോകണം, പോയി അതൊക്കെ ഒന്ന് നോക്കണമെന്ന്. അപ്പോൾ അമ്പലത്തിൽ ഒക്കെ തൊഴുത് വഴിപാടൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ആ കുളത്തിൻ്റെ അങ്ങോട്ട് പോയിട്ടോ. ഇത് വളരെ ചെറിയ അമ്പലമാണ് കേട്ടോ, ഒരുപാട് പ്രതിഷ്ഠയും കാര്യങ്ങളൊന്നുമില്ല, കുട്ടിക്കുളം. ഇത് നമ്മൾ എന്താ പറയുക, ഇത് എപ്പോഴും നിറയെ അമ്പലം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ അതൊക്കെ പൂത്ത് വരുന്നേ ഉണ്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കുറേ നേരം അവിടെയൊക്കെ നിന്ന് വെള്ളത്തിലൊക്കെ നോക്കി അമ്പലിനൊക്കെ കണ്ടു. പിന്നെ കുഞ്ഞു കുളക്കോഴികളൊക്കെ ഉണ്ട് അതിനകത്ത്, അതിനെയൊക്കെ കണ്ട് അല്ലുക്കുട്ടിന് കുറേ മീനൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. അമ്പലത്തിൽ വന്നാൽ ഇങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര രസമാണ്. നമുക്ക് എന്താ പറയുക, ഭയങ്കര പീസ്ഫുൾ ആയിരിക്കുമല്ലോ. കുറേ നേരം അങ്ങനെ റിലാക്സ് ചെയ്ത് അവിടെയൊക്കെ നിന്ന്. പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, ആൾക്കാരൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പോകുന്നു, ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പോകുന്നതുകൊണ്ട് അധികം തിരക്കിലൊന്നും പെടാതെ നമുക്ക് ഒക്കെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ കുറേ നേരമൊക്കെ അവിടെ നിന്നു. എന്നിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്കൊന്ന് തളിയിലും കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞ് തിരിച്ച് തളിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ നമുക്ക് ഈ ക്ഷേത്രം വരുന്നത്. നമ്മൾ മേൽപ്പാലത്തിൽ കൂടെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും വിചാരിക്കും ഇവിടെ വരണമെന്ന്, പക്ഷെ നമ്മളങ്ങനെ എത്തിപ്പെടാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും വന്ന് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തളിയിലും പോയി, തളിയിലും ഒക്കെ കയറി കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വിശന്നു, അല്ലുക്കുട്ടനൊക്കെ വിശന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മളെ ഇന്ത്യൻ കോഫീസിൽ പോയിട്ട് ചായ കുടിക്കാൻ. അപ്പോൾ അവിടെ പോയി നമ്മൾ 2 ചായയും പിന്നെ എന്താ പറയുക മസാല ദോശയും പറഞ്ഞു. പിന്നെ അല്ലുക്കുട്ടനൊരു പ്ലെയിൻ ദോശയും പറഞ്ഞു, മസാലേൻ്റെ അതിനകത്ത് ഉണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. പല്ലുകുട്ടും ഫോണിൽ പാട്ട് വെച്ചാന്ന് പറയാണ് കേട്ടോ. ഞങ്ങൾ പാട്ടൊന്നും വെച്ച് കൊടുത്തില്ല, കാരണം ഇപ്പം ഇത്തിരി കൂടുന്നുണ്ട് ഫോണ്, സ്ക്രീൻ ടൈമൊക്കെ ഇപ്പോൾ കൂടുന്നുണ്ട്. ഫോണല്ല, കൂടുതലും TV ആണ് കാണാറ്. പുറത്തിറങ്ങുമ്പോഴാണ് ഫോൺ വെച്ച് കൊടുക്കാറ്, പക്ഷെ അത് ഇത്തിരി കൂടുന്നതുകൊണ്ട് നമ്മൾ വെച്ച് കൊടുത്തില്ല കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് തിരിച്ച് പോന്നപ്പോൾ നമ്മൾ പച്ചക്കറി കടയിൽ കയറിയിട്ട് കുറച്ച് പച്ചക്കറിയും സംഭവമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, വാങ്ങിച്ചു. പിന്നെ ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് അല്ലൂന് ആപ്പിൾ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കറിയായിരുന്നു. ആപ്പിൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മേടിച്ച് അവിടെ നിന്ന് തന്നെ അവൻ കരയുന്നുണ്ട് കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ വീട്ടിലെത്തുന്നവരെ ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ വെയിലൊക്കെ വരുന്നേ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ ഉടൻ തന്നെ അല്ലുക്കുട്ടിന് ആപ്പിൾ വേണം പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ ആപ്പിൾ കൊടുത്തവന് കേട്ടോ. അങ്ങനെ അവൻ ആപ്പിളും തിന്ന് നടക്കുകയാണ്. ഇന്നിനി ഞാൻ വിചാരിച്ചു എന്താ പറയുക, എന്തായാലും ബർത്ത്ഡേയും കാര്യമൊക്കെ ആയതുകൊണ്ട് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ ബാക്കിയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചു ആ സമയത്ത് എണീക്കുന്നേ ഉള്ളൂ. ഞങ്ങളൊക്കെ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ അച്ചു ഉറക്കം തന്നെ എണീക്കുന്നത്. അപ്പോൾ അച്ചുവിന് വേണ്ടിയിട്ട് അമ്മ ചായ ഉണ്ടാക്കി വെച്ചു, എന്തൊക്കെയോ പറയുന്നത് ഞാൻ. ചായ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് മിഠായി വിതരണം, മിഠായി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊക്കെ മിഠായിയൊക്കെ തന്നമ്മ. അത് കഴിഞ്ഞിട്ട് അല്ലുക്കുട്ടൻ പിന്നെ മിഠായി വേണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്മ മിഠായി എടുത്ത് വെച്ചിട്ട് ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് അമ്മ ഡ്രസ്സ് അയൺ ചെയ്യുകയാണ്. ഇനി ഷോപ്പിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഗിഫ്റ്റൊക്കെ കുറേ കിട്ടിയല്ലോ, അപ്പോൾ പിന്നെ അതൊക്കെ ഇടണ്ടേ. അപ്പോൾ ഇതും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടു വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടുവിനോട് സംസാരിക്കുക, കുട്ടു ബർത്ത്ഡേ വിഷ് ചെയ്യാനൊക്കെ ആയിട്ട് വിളിച്ചതാണ്. അപ്പോൾ അല്ലുക്കുട്ടൻ ഉടുപ്പൊക്കെ അഴിച്ചിട്ട് നടക്കുന്നുണ്ട്, ചൂടൊക്കെ ആയതുകൊണ്ട്. അച്യുത പോകാൻ വേണ്ടി കുളിച്ച് റെഡിയായി സെറ്റായിട്ട് ഒക്കെ റെഡിയായി നിൽക്കുകയാണ്.
അപ്പോൾ അച്ചു കണ്ണാടി വെച്ചപ്പോൾ അല്ലുവിനും പെട്ടെന്ന് കണ്ണാടി വേണം. അങ്ങനെ അവൻ്റെ കണ്ണാടി എടുത്ത് വെച്ചു. അവൻ പൂപ്പിയാനിരിക്കുകയാണ് കണ്ണാടിയൊക്കെ വെച്ചിട്ട്. അടിപൊളിയായിട്ടിരിക്കണമല്ലോ നമ്മൾ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇതായിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മയൊക്കെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഞാനും അല്ലുക്കുട്ടനും അങ്ങോട്ട് അങ്ങനെ കളിക്കുക. ഞങ്ങൾ ടി വി സ്ക്രീൻ ടൈമൊക്കെ ഫുൾ കുറച്ചതുകൊണ്ട് ഇപ്പോൾ അവൻ്റെ കൂടെ ഫുൾ ടൈം ഞാനും ഇരുന്ന് കളിക്കണം. എന്നാലേ അവന് ഇരുന്ന് കളിക്കുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ടി വി വേണം, അത് വേണം, ഇത് വേണം എന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ എന്നാലും വേണ്ടില്ല, ഇരുന്ന് കളിച്ചാലും വേണ്ടില്ല വിചാരിച്ചിട്ട് ഞാനും അവൻ്റെ കൂടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് അമ്മ പോവാണ് കോട്ടൊക്കെ ഇട്ടിട്ട്. വെയിലായതുകൊണ്ടാണ് കേട്ടോ കോട്ടിടുന്നത്. അമ്മയ്ക്ക് എന്താ പറയുക, സൺലൈറ്റ് തീരെ പറ്റൂല, അമ്മയ്ക്ക് സ്കിൻ അലർജി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതാ കോട്ടൊക്കെ ഇട്ട് അമ്മ ഷോപ്പിൽ പോവാണ്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഷോപ്പിൽ പോകും കേട്ടോ. ഇപ്പോഴേ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. കാരണം ഇനി ചെന്നിട്ട് അവർക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അല്ലുവിനെയും കൊണ്ടുവച്ച് നിന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്കും പണി നടക്കില്ല, എനിക്കും ആകെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചോദിച്ചു കുറച്ചൊക്കെ കഴിഞ്ഞൊരു 10-11 മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് അമ്മ രാവിലെ തന്നെ പോകുന്നുണ്ട്. രാവിലെ അല്ല 9:30 ആയിട്ടോ. അപ്പോൾ ആ സമയമായപ്പോൾ അമ്മ പോയി. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് റെഡിയായി പോവാം, അത്രയേ ഉള്ളൂ സമയം. ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി പോയിട്ടും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റെഡിയായി തല്ലുക്കുട്ടനെയൊക്കെ റെഡിയാക്കി. അവൻ പൂപ്പൊക്കെ ചെയ്ത് പിന്നെ വീണ്ടും കുളിച്ച് സെറ്റായി. അവൻ ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായി. പിന്നെ ഞാനും റെഡിയായി. ഞങ്ങളൊരു 10:45 ആയപ്പോൾ ഇറങ്ങിയിട്ടോ. കാരണം ഇനി ഇവിടെ നിന്ന് ഓട്ടോ ഒക്കെ കിട്ടി പോകണ്ടേ. അപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോ കിട്ടൽ കുറച്ച് റിസ്ക് ആയിരുന്നു. അങ്ങനെ ഓട്ടോയൊക്കെ കിട്ടി. ഇന്ന് ഇത്തിരി നേരത്തെ കിട്ടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി അല്ലുക്കുട്ടൻ ചാടി കയറി. മുഫിയുടെ പുറത്ത് ചാടി കയറി. ഇനി വീണ്ടും മുട്ടായി വിതരണം. അമ്മ ഷോപ്പിൽ എല്ലാവർക്കും മുട്ടായിയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ അപ്പുറത്തൊക്കെ കൊടുത്തു കേട്ടോ മുട്ടായി. കാരണം മുട്ടായി കുറേ ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ പിന്നെ എല്ലാവർക്കും കൊടുക്കാമല്ലോ. അങ്ങനെ ബർത്ത്ഡേ വിഷസൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എന്തായാലും ബർത്ത്ഡേ ആകുമ്പോൾ ഒരു കേക്ക് വേണമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കേക്ക് വേൾഡിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ നല്ല കളക്ഷനൊക്കെ വന്നുകൊണ്ട് ഞാൻ ചുമ്മാ അതൊക്കെ നോക്കിയായിരുന്നേ. വെറും ഷോ. അത് കഴിഞ്ഞ് നമ്മളത് ആ കേക്ക് വേൾഡിലോട്ട് പോവാണ്. നമ്മൾ അടുത്ത് തന്നെ കടകളുള്ള, നമുക്ക് ദൂരേക്കൊന്നും പോകണ്ടല്ലോ. അങ്ങനെ അവിടെ പോവാണ്. ഇവിടുത്തെ കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കേക്ക്. കേക്ക് സ്റ്റുഡിയോയിലെ കേക്ക്, പ്ലാനറ്റ് കഫേയിലെ കേക്ക്, അത് നല്ല ക്വാളിറ്റിയുള്ള കേക്കാണ്. അപ്പോൾ നമ്മളതിന് ഏത് കേക്ക് വേണമെന്നൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് വെറുതെ നോക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി തീരുമാനിച്ച് വന്നതാണ് നമ്മൾ നട്ടി ബബിള വാങ്ങുക. കാരണം അമ്മയ്ക്ക് നട്ട്സ് ഉള്ളത് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നമ്മളൊരു കുഞ്ഞ് കേക്ക് മേടിച്ച് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വെച്ചു. ആദ്യം നമ്മൾ വെറുതെ ടേബിളിൽ വെച്ചു. അപ്പോൾ പിന്നെ അവർ നമുക്കൊരു സ്റ്റാൻഡ് കൊണ്ട് തന്നു. സ്റ്റാൻഡിലൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞു നമുക്ക് ഇരുന്ന് കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ആ സ്റ്റാൻഡ് വെച്ചാൽ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് അതിനെ മാറ്റി വെച്ചിട്ട് വീണ്ടും വേറൊരു ടേബിളിൽ തന്നെ വെച്ചു. അങ്ങനെ നമ്മൾ ആ പരിപാടി തുടങ്ങി. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ പാട്ടൊക്കെ പാടി നമ്മൾ അമ്മയുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ഈ വക പരിപാടികളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ മെയിൻ എന്താ പറയുക, ആ ഒരു ഉത്സാഹ കമ്മിറ്റി ഞാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ ഓരോരോ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ. നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. അപ്പം ഫുള്ള് സെലിബ്രേറ്റ് ചെയ്ത് അങ്ങനെ പോവാം, ഓരോ ദിവസവും സെലിബ്രേറ്റ് ചെയ്തൊക്കെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹങ്ങൾ. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ സീരീസിൽ ഇതിപ്പോൾ ലാസ്റ്റാണ് കേട്ടോ. നമ്മൾ അച്ചുവിൻ്റെ ബർത്ത്ഡേയിൽ സ്റ്റാർട്ട് ചെയ്യുക. അച്ചുവിൻ്റെ നവംബറിൽ തുടങ്ങിയാൽ നമ്മൾ ഈ ഒരു ഏപ്രിൽ മെയ്യോട് കൂടി ബർത്ത്ഡേ നമ്മുടെ എല്ലാവരുടെയും കഴിയും. ഇനി അടുത്ത മാസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞാൽ ബർത്ത്ഡേ കഴിയും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കലണ്ടർ, സെലിബ്രേഷൻ കലണ്ടർ കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ മുഫിയിലാലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി കേക്ക് പഴ്സിലെടുത്ത് നമ്മൾ ഷോപ്പിലോട്ട് വന്നു. അവിടെ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ പോവാണ്. അപ്പോൾ ആദ്യം പോകുന്നത് ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തത് വാങ്ങാണ്ടായിരുന്നു. അമ്മയ്ക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രിൻസിൽ. അപ്പോൾ അവിടെ പോയി അമ്മയ്ക്ക് അതൊന്ന് വാങ്ങണം. പിന്നെ എനിക്ക് എന്താ പറയുക, ഒരു ഫ്രോക്കിന് മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. അപ്പോൾ അമ്മയുടെതൊക്കെ ഇട്ട് നോക്കിയപ്പോൾ ചെറിയ ഓരോരോ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവിടെ കൊടുത്ത് എൻ്റെതും മെഷർമെൻറ്റ്സൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് അല്ലുക്കുട്ടനൊരു എന്താ പറയുക കറുത്ത ചരട് വാങ്ങണമായിരുന്നു. അവൻ്റെ ചരട് പൊട്ടിപ്പോയിട്ട് അറിഞ്ഞാണ് പൂരി വെച്ചതായിരുന്നു. അപ്പോൾ അതും ചരടും ഒക്കെ വാങ്ങിച്ച് അതിന് തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴിക്ക് അച്ചു അമ്മയോട് എന്താ പറയുക ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ചെരുപ്പ് വാങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ മാക്സിൽ പോയി. അപ്പോൾ ഗിഫ്റ്റ് കിട്ടുന്നൊന്നും വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ പിന്നെ മഴയൊക്കെ വരികയല്ലേ, അമ്മയ്ക്കൊരു ഡെയിലി വെയർ ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഷൂ ഒക്കെ ഇപ്പം വേറെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി മഴയാകുമ്പോൾ നമുക്ക് ഷൂ ഒന്നും ഇട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മ ഒരു ഡെയിലി വെയർ ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽക്കൂടെ ഭയങ്കര ഓടിക്കളി ആയതുകൊണ്ട് നമ്മൾ ഫോൺ വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തി. കാരണം ഒരു രക്ഷയല്ല, ഓടിയിട്ട് നമുക്ക് വന്ന കാര്യം നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇതേ ഉള്ളൂ അവസാന മാർഗ്ഗം. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഫോൺ വെച്ച് കൊടുത്തത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഫോൺ കിട്ടിയാൽ പിന്നെ അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പം ഫോൺ വെച്ച് കൊടുക്കുന്നതിനൊന്നും ഞങ്ങൾ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഗതികോടുകൊണ്ട് വെച്ച് കൊടുക്കുന്നതാണ്. അമ്മമാർക്കൊക്കെ അറിയായിരിക്കും.
അങ്ങനെ ഫോൺ വാങ്ങിച്ചു വെച്ചപ്പോൾ വീണ്ടും അവൻ്റെ കളി തുടങ്ങി. അപ്പോൾ അവന് ഒരു ഡെലിവറി ചെരുപ്പ് വാങ്ങണമായിരുന്നു. അപ്പോൾ അത് നോക്കുകയായിരുന്നു. അങ്ങനെ നോക്കി നോക്കി ഞങ്ങളിത് ഈ ഒരു വൈറ്റ് എടുത്തു കേട്ടോ. നമുക്ക് ജസ്റ്റ് വീട്ടിൽ കൂടെയൊക്കെ ഇട്ട് നടക്കാൻ. ഇനി മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അവനും പെട്ടെന്ന് ഇടാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ കുട കണ്ടപ്പോൾ പിന്നെ അവന് കുട വേണം. അങ്ങനെ കുട വാങ്ങിച്ചുകൊണ്ട് തന്നെ അവന് നടന്ന് വരണം. ആ കുടയും പിടിച്ചിതാ നടന്ന് ഞങ്ങൾ റോഡിൽ കൂടെ തിരിച്ച് ഷോപ്പിലോട്ട് നടന്ന് വരികയാണ് കേട്ടോ. കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ വെയിലാണ്. പിന്നെ അവന് കുട ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഞങ്ങൾ ഇതാ നടന്ന് വീട്ടിലല്ല ഷോപ്പിൽ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അപ്പോഴേക്കും നമ്മൾ ഫുഡിൻ്റെ സമയമായിട്ടോ. വിശപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ പിന്നെ ദൂരോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ ആദ്യം മസാലയിൽ പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ അതുവരെ പോകാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഹെൻജോയിലൊക്കെ കയറി. പിന്നെ കുറേ നാളായില്ലേ ഹെൻജോയിലും വന്നിട്ട്. അപ്പോൾ പിന്നെ ഹെൻജോയിൽ വന്ന് നമ്മൾ ഫുഡിനൊക്കെ നേരത്തെ ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മൾ മധുഹൂദ് റൈസും പിന്നെ പെരിപ്പെരീൻ്റെ ബ്രോസ്റ്റും ഫ്രൈസ് അതൊക്കെയാണ് കേട്ടോ പറഞ്ഞ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പം ആർക്കും ക്ഷമയില്ല, എല്ലാവരും അറ്റാക്കാണ്. അപ്പോൾ എല്ലാവരും കഴിക്കും. നമ്മളെല്ലാവരും കൂടെ വന്നു കേട്ടോ. ലാലു, മുഫി, അമ്മ, അച്ചു, ഞാൻ, അല്ലു എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഇനി കഴിക്കുകയാണ്. പെരി ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് കേട്ടോ. അച്ചു കഴിച്ചിട്ട് അവൻ അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്കൊരു എന്താ പറയുക, നോർമൽ ബ്രോസ്റ്റിനേക്കാളും ഒരു വെറൈറ്റി ട്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ നോർമലും പിന്നെ സ്പൈസിയേ കഴിച്ചിട്ടുള്ളൂ. പെരി ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അടിപൊളിയായിരുന്നു. അതിൻ്റെ മസാല നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ ആ റൈസിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ കുബൂസാണ് കഴിച്ചത്. കാരണം എനിക്ക് വിശന്ന് എൻ്റെ വിശപ്പ് പോയായിരുന്നു. പിന്നെ അധികമൊന്നും കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കുബൂസും കുട്ടിയാണ് കഴിച്ചത്. അമ്മ അതൊക്കെ കടിച്ച് വലിച്ച് തിന്നുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഭക്ഷണം വന്നപ്പോൾ പിന്നെ ആരും വീഡിയോയും കാര്യവും ഒന്നും നോക്കുന്നില്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അലികൂട്ടന് എന്താ പറയുക, ഫ്രൈസ് പിന്നെ ചിക്കൻ അവനൊരു ലെഗ് പീസും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവന് സാധാരണ ഇത് എന്താ പറയുക, ഫ്രൈസ് മാത്രമേ കഴിക്കാറ്. ഇന്നിപ്പോൾ ചിക്കനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഷോപ്പിൽ വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ കസ്റ്റമറൊക്കെ വന്നു തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ അമ്മ എന്താ പറയുക, കുറച്ച് മുട്ടായിയൊക്കെ എടുത്ത് സാദിക്കേടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാദിക്കേടന് മുട്ടായി എടുത്തു. എന്നിട്ട് പിന്നെ അമ്മേനെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ ഞങ്ങൾ അവിടെ ആക്കി കൊടുത്തു. അമ്മ ഇപ്പം ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട് കാറിൻ്റെ. അപ്പോൾ അവിടെ ആക്കിയിട്ട് ഞങ്ങളിനി തിരിച്ച് വീട്ടിൽ പോവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ രാവിലെ പോയ ക്ഷേത്രം. നമ്മൾ ഫ്ലൈ ഓവറിൽ കൂടെ കാണുന്ന ക്ഷേത്രം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് ചുമ്മാ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അലുകൂട്ടൻ ഉറങ്ങി കേട്ടോ. കാരണം ഇത്രയും നേരത്തെ കളിയും പിന്നെ രാവിലെ എണീറ്റതും പിന്നെ വരുന്നറിയ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഉറങ്ങി. അപ്പോൾ എനിക്കൊരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു ആമസോണിന്. അതും ഒക്കെ എടുത്ത് ഞാൻ വീട്ടിൽ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അലുകൂട്ടനെ ഉറക്കിയൊക്കെ കിടത്തി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ വന്നു. നമുക്ക് ഡെലിവറി വന്നാൽ എന്താണെന്ന് പൊളിച്ച് നോക്കാതൊരു സമാധാനം ഇല്ലല്ലോ. അങ്ങനെ ഞാനതൊക്കെ വലിച്ച് പറിച്ച് എടുക്കുകയാണ്. 2-3 ദിവസം ആയുള്ളൂ കേട്ടോ ഓർഡർ കൊടുത്തിട്ട്. നമ്മൾ എന്താ പറയുക, പ്രൈം ആയതുകൊണ്ട് നമുക്ക് വേഗം കൊണ്ടുത്തരും. അതുകൊണ്ട് പിന്നെ ആ ഒരു വെയിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് റീസ്റ്റോക്കിങ് കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ഫേസ് വാഷൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഫിറ്റ്മിയുടെ ഒരു പ്രൈമറാണ്. പിന്നെ എന്തായിരുന്നു, കഫീൻ്റെ ഒരു ഫേസ് മാസ്ക് ഉണ്ടായിരുന്നു കോഫീൻ്റെ. പിന്നെ നമ്മുടെ സ്ഥിരം വാവുവിൻ്റെ വിറ്റാമിൻ സി ഫേസ് വാഷ്. പിന്നെ ഞാൻ റെനീൻ്റെ ഒരു ഇലുമിനേറ്റിംഗ് ഗ്ലോസി ഒരു ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു, റോസ് ഗോൾഡിൻ്റെ. റിവ്യൂസ് കൊണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ നമ്മുടെ ഒരു കണ്ടീഷണർ കേട്ടോ. അതിൻ്റെ ഷാമ്പു ഞാൻ നാളെ മേടിച്ചു. അപ്പോൾ കണ്ടീഷണർ വേറെ മേടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.